നമ്മളിപ്പോൾ LDFിൻ്റെ വീഴ്ചകളെ കുറിച്ച് പറയുന്നതിനൊപ്പം തന്നെ UDFിൻ്റെ ചില മേൽക്കൈകൾ കൂടി പറയണം. എന്തുകൊണ്ട് തോറ്റുന്ന പരിശോധിക്കുന്നതിന് അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കാലങ്ങളായി എല്ലാ കാലത്തും UDFിലെ തമ്മിലടി അത് ആദ്യം ഏറ്റവും തമ്മിലടി തുടങ്ങുന്നത് ഈ സീറ്റ് വിഭജന ചർച്ച മുതലാണ്. പക്ഷേ സതീശൻ ഇന്ന് പറഞ്ഞതുപോലെ സീറ്റ് വിഭജന ചർച്ചയിൽ എവിടെയും ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ ഭാഗത്തുനിന്ന് പരസ്യമായി രഹസ്യമായിട്ട് എന്ത് നടന്നോട്ടെ, അത് എല്ലാ സംഘടനയിലും ഒക്കെ നടക്കുന്നതാണ്, പരസ്യമായി ഒരു അഭിപ്രായ വ്യത്യാസവും ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല. മുഖ്യമന്ത്രിമാർ പലരുണ്ട് എന്ന മട്ടിലൊക്കെ പ്രചരണമൊക്കെ വന്നെങ്കിലും ഈ എവിടെയും ആരെങ്കിലും ഒരാൾ പരസ്യമായി മറ്റൊരാളെ തള്ളിപ്പറയുന്നൊരവസ്ഥ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്ന അവസ്ഥ, ഇത് ലാസ്റ്റ് ബസ്സാണെന്നൊരു തിരിച്ചറിവ് മൊത്തത്തിലുണ്ടായി. കാരണം ഇനി തമ്മിലടിച്ചിട്ട് കഥയില്ല, നേതാക്കൾ തമ്മിലടിച്ചാലും അതിനൊപ്പം നിൽക്കാൻ അണികളില്ല എന്നൊരു സാഹചര്യം കോൺഗ്രസിൽ സ്വയം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും യാഥാർത്ഥ്യം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്രയും കാലം എൻ്റെ നേതാവ് എതിര് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനൊപ്പം നിൽക്കുമെന്നൊരു അവസ്ഥയിൽ അണികളുണ്ടായിരുന്നു. പക്ഷേ അണികളെ സംബന്ധിച്ച് ഇപ്പോൾ ആരെ മത്സരിപ്പിക്കുന്നു എന്നുള്ളതല്ല വിഷയം. കോൺഗ്രസ് ജയിക്കണമെന്ന തരത്തിലേക്ക് എങ്ങനെയും ഭരണത്തിലേക്ക് തിരിച്ചു വരണം എന്നൊരു അവസ്ഥയിലേക്ക് കോൺഗ്രസ്സുകാർ മാറി എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിലൊക്കെ പ്രധാനം ഈ പരാജയത്തിന് ആക്കം കൂട്ടിയ മറ്റൊരു ഘടകം കൂടി സൈത്തെ പ്രധാനമായും പറയേണ്ടതുണ്ട്. അത് ഈ സൈബർ ഇടങ്ങളിൽ ഈ CPMന് വേണ്ടി അന്തം ന്യായീകരണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യനും ജയിക്കാത്ത തരത്തിൽ എന്ത് തെറ്റ് ചെയ്താലും അതിനെല്ലാം ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും വിമർശനം കൂടെ ചേർന്നാണ് ഇടതുപക്ഷം എല്ലാത്തിനെയും ന്യായീകരിക്കുന്നത്. ക്യാപ്സ്യൂൾ എന്ന് കളിയാക്കിയപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അവസാന ഘട്ടത്തിലൊക്കെ അത് ക്യാപ്സ്യൂളായി. ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഒരു ചെറിയ തരത്തിൽ ഒരു എതിർപ്പ് ഇത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വ്യക്തിപരമായി ആക്രമിക്കുക, അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുക. ഒരു കാലത്ത് ഈ PV അൻവറിന്റെ നേതൃത്വത്തിൽ ചേരുന്ന ഇതാണ്. PV അൻവറിന്റെ നേതൃത്വത്തിൽ എന്താ ചെയ്തിട്ട് PV അൻവറിനെ കൊണ്ടു നടന്ന് നാട്ടിൽ കാണുന്ന മാധ്യമ പ്രവർത്തകരെ, സാംസ്കാരിക പ്രവർത്തകരെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോട് അതുവരെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ അവരേതെങ്കിലും ഒരു നടപടി തെറ്റായിപ്പോയി അല്ലെങ്കിൽ ഈ സമരത്തിൽ ഞങ്ങൾ ഈ പക്ഷത്തോടൊപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വ്യക്തിപരമായി ആക്രമിക്കുക, അവരുടെ ജീവിതം ചകഞ്ഞെടുത്തിട്ട് അതിലുള്ള ആക്രമണം ഉന്നയിക്കുക. അങ്ങനെ നിരന്തരം ആക്രമണം ഉന്നയിക്കുക. ഈ 10 വർഷത്തിനിടയിൽ വന്ന കുറേ ആളുകളുണ്ട്. അവരാരും പരമ്പരാഗതമായി അങ്ങനെ ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളൊന്നുമല്ല. അവർക്ക് എങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ, അത് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഇരുന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ ഈ ഇടതുപക്ഷത്തിന് എന്തോ വലിയ ആളുകളാണെന്ന് കാണിക്കാൻ വേണ്ടി എന്തെഴുതിയാലും പാർട്ടിയും ആരും ലോകത്താരും കാണാത്ത ന്യായീകരണങ്ങൾ അവർ സ്വയം പടച്ചുണ്ടാക്കി ഇത് വായിക്കുന്ന മനുഷ്യർ സാധാരണക്കാരല്ലേ വായിക്കുന്നത്. അങ്ങനെ അവർ അകറ്റിയ ആളുകൾ, അത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഈ സാധാരണക്കാരെ അകറ്റിയതിൽ ഒരു വലിയ പങ്ക്, ചെറുപ്പക്കാരെ അകറ്റിയതിൽ എന്തായാലും ഒരു വലിയ പങ്ക് ഒന്ന് സൈബർ ആക്രമണങ്ങൾ ഒരു വശത്ത്, മറ്റൊന്ന് സർക്കാർ എന്ത് കാണിച്ചാലും അതിനെ ന്യായീകരിക്കുക എന്ന മറുവിഭാഗം. അതിന് ഓരോ ക്യാപ്സൂൾ സ്വഭാവത്തിലോ അതിന് എന്ത് പേരിട്ട് വിളിച്ചോളൂ, എന്തായാലും ആ തരത്തിലൊരു വിഭാഗം ഉണ്ടാകുന്നു. മാത്രമല്ല കിരൺ, ഇതൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഒറ്റ സെൻട്രലിൽ മാത്രം എല്ലാ തീരുമാനങ്ങളും എല്ലാ കാര്യങ്ങളും എത്തി അദ്ദേഹത്തെ ഒരുപക്ഷെ സ്വാധീനിക്കാൻ ശേഷിയുള്ള വിഭാഗക്കാരെല്ലാം ഈ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ഇറക്കുന്ന ആളുകളുമാവാം. അപ്പോൾ തിരുത്താൻ ശേഷിയുള്ള തിരുത്തൽ സംവിധാനമേ ഇല്ല എന്നൊരവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങൾ പോയതോടുകൂടി മൊത്തം കുഴഞ്ഞു മറിഞ്ഞു. ആ ഒരു അവസ്ഥ സ്വയം ഉണ്ടാക്കി വെച്ചു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. തിരുത്തൽ സംവിധാനം പാർട്ടിയിൽ ഉണ്ടായില്ല. പാർട്ടി കടന്നലുകൾ എന്നൊക്കെ ഓരോരുത്തരൊക്കെ അഭിമാനപൂർവ്വമാണ് ഞാൻ പാർട്ടിയുടെ കടന്നലാണ് എന്നൊക്കെ പറയുന്നത്. എങ്ങനെയാണ് എതിരാളികളെ ഈ തരത്തിൽ ആക്രമിക്കുന്നവരെ കടന്നലുകൾ എന്ന് പറഞ്ഞ് ഒരു പാർട്ടി അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്നറിയില്ല. ഇവരെല്ലാം പല ഘട്ടത്തിലും പാർട്ടിക്ക് വലിയ തലവേദനയായിട്ടുണ്ട്, പലതരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുണ്ടാക്കിയ ഒരു തിരിച്ചടി, ചെറുപ്പക്കാർക്കിടയിൽ എന്തായാലും അവരുണ്ടാക്കിയ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. എന്തായാലും കേരളത്തിലെ ഇടത് അനുഭാവികളൊക്കെ ഈ ഒരു പാർട്ടിയുടെ തകർച്ച കൊണ്ട് അല്ലെങ്കിൽ ഈ CPM ഇല്ലാതായി പോകുന്നു, ഇടതുപക്ഷം ഇല്ലാതായി പോകുന്നു ആരും കരുതുന്നില്ല. പ്രതിപക്ഷത്ത് നിൽക്കുന്നത് തന്നെയാണ് എപ്പോഴും, ഭരണപക്ഷത്തിനൊപ്പം തന്നെ പ്രതിപക്ഷത്ത് നിൽക്കുന്നത് തന്നെയാണ് CPMനെ പോലെ ഒരു സമര സംഘടനയ്ക്ക്, ഒരു ഇടത് സംഘടനയ്ക്ക് എപ്പോഴും അവരുടെ വളർച്ചയ്ക്കും അവരുടെ ഒരു ശുദ്ധീകരണത്തിനും ഒക്കെ, ഒരു ആന്തരികമായ ശുദ്ധീകരണത്തിനും ഒക്കെ ഏറ്റവും പ്രധാനം. കേരളത്തിനും പലപ്പോഴും പ്രതിപക്ഷ നിലയിൽ സർക്കാർ UDF ഇരിക്കുന്ന പോലെയല്ല, സർക്കാർ എന്തും കാണിച്ചോട്ടെ, ഞങ്ങൾ അഴിമതി അല്ലെങ്കിൽ എന്ത് മോശമാകട്ടെ, സർക്കാർ അങ്ങ് മോശമായിക്കോട്ടെ എന്ന് കരുതി മാറി നിൽക്കില്ല. ഇടതുപക്ഷം എപ്പോഴും തെറ്റ് കാണുമ്പോൾ തന്നെ അതിനെ ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും അത് ചർച്ചയാക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അത്തരം ഒരു പ്രയോജനം കൂടി ഉണ്ടാവും ഈ പാർട്ടിക്ക് അങ്ങനെ തിരിച്ചു വരാനുള്ള അവസരവും. എന്തായാലും അങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ ഒരു തകർച്ച 35 സീറ്റിലേക്ക് വീണുവെന്ന് കരുതി അത് തിരിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥയൊന്നുമില്ല. അത്തരം ഒരു മാറ്റത്തിലേക്ക് തിരിച്ചറിയാൻ പക്ഷേ പാർട്ടിക്ക് കഴിയണം. ബംഗാളിലെ പോലെ ഒരു ഇതിനെ ഇനിയും ന്യായീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. എവിടെയാണ് തെറ്റ് കണ്ടതെന്നും ആ തെറ്റ് തിരിച്ചറിയാൻ കഴിയുക, അത് തിരുത്തുക എന്നുള്ളതാണ് പ്രധാനം. എന്തായാലും തിരിച്ചു വരാൻ സാധ്യതകളുണ്ട്, വഴികളുണ്ട്. പക്ഷേ ആ തീരുമാനങ്ങൾ ചടുലമായിരിക്കണം, അതെടുക്കണം. അതിൽ തിരുത്തൽ വരുത്തുമ്പോഴാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്, തിരിച്ചുവരവ് ശേഷി വർദ്ധിപ്പിക്കുന്നത്. അതിനുള്ള കാത്തിരിപ്പിലായിരിക്കാം ഇനി ഒരു പക്ഷേ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയൊക്കെ സ്നേഹിക്കുന്നവർ. കേരളം മാറി മാറി രാഷ്ട്രീയ മുന്നണികളെ പരീക്ഷിച്ച ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ഒരു സർക്കാരും ഒരിക്കലും അന്തിമമല്ല, മാറി മാറി വരട്ടെ, ജനങ്ങൾക്ക് നന്മ ചെയ്യട്ടെ, തിരുത്തലുകൾ വരുത്തട്ടെ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.